300ഓളം ആളുകളാണ് വയനാട്ടിലെ ഈ ഒരു ടീ വാലി റിസോർട്ടിൽ ഇപ്പോൾ കുടുങ്ങി കിടക്കുന്നത്. അവരെടുത്ത് അയച്ചുന്ന വീഡിയോ ആണ് എനിക്ക്. അതുപോലെ അവരുടെ ഓഡിയോ ഒക്കെ ഞാൻ അതിൽ പ്ലേ ചെയ്യാം. മാക്സിമം ഷെയർ ചെയ്യുക. കാരണം അവർ ഇന്നലെ എൻ്റെ ഫോളോവറിൽ ഒരാളുടെ പെങ്ങൾ ഉൾപ്പെടെ 300ഓളം ആളുകൾ ഇന്നലെ രാത്രി ഉരുൾപൊട്ടലുണ്ടായപ്പോൾ മുണ്ടക്കയത്തെ ഈ ഒരു ടീ വാലി റിസോർട്ടിലാണ് അഭയം പ്രാപിച്ചത്. കുറേ പേർക്ക് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അവർക്ക് മെഡിസിൻ പോലുമില്ല. വളരെ കഷ്ടത്തിലാണ്. ചുറ്റുമുള്ള റോഡും അതുപോലെ പാലമൊക്കെ പൊളിഞ്ഞു കിടക്കുകയാണ്. ആകെ ഹെലികോപ്റ്റർ മാർഗം മാത്രമേ അവർക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക. ഞാൻ അവരുടെ വിഷ്വൽസും അവരയച്ചുന്ന വിഷ്വൽസും അവരുടെ ഓഡിയോ ഒക്കെ ഞാൻ പ്ലേ ചെയ്യാം. മാക്സിമം ഷെയർ ചെയ്യുക. മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക. വയനാട് മറ്റേ മുണ്ടക്ക എന്നുള്ള സ്ഥലത്ത് ഒരു ടീ വാലി റിസോർട്ട് എന്ന സ്ഥലത്ത് ഉള്ളത്. ഇപ്പോൾ അവിടെ ഒരു 200-300 ആൾക്കാരവിടെ ഉണ്ട്. അവർ ഇന്നലെ രാത്രി ഇവരുടെ വീടിൻ്റെ അവിടെ ഉരുൾപൊട്ടിയിട്ട് അടുത്തുള്ള വീട്ടിലൊക്കെ പോയി. എന്നിട്ട് ഇവർ അങ്ങോട്ട് പതുക്കെ സേഫായിട്ട് മുകളിൽ കയറിയിട്ട് അവിടെ സേഫായി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 4 മണിയപ്പോൾ എന്ത് ചെയ്തു, വീണ്ടും ഉരുൾപൊട്ടി. ഞാൻ അതിന് മുമ്പോട്ട് ഈ ടീമുകളെ വിളിക്കുന്നുണ്ട്. ഈ കൺട്രോൾ റൂമിൽ വിളിച്ചു, ഹെലികോപ്റ്റർ വിളിച്ചു, NDRF വിളിച്ചു. ഇവരൊക്കെ വിളിക്കുന്നുണ്ട്. അവരുടെ സംഭവത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും വിളിച്ചിട്ട് കൺട്രോൾ റൂമിൽ വിളിക്കുമ്പോൾ പറയുന്നുണ്ട് NDRF ടീം അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്, എത്തും. അതേപോലെ ഹെലികോപ്റ്റർ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ന്യൂസിൽ കാണിക്കുന്ന ഹെലികോപ്റ്റർ എത്തില്ല.